ഹായ് മക്കളെ, ഒരുപാട് കുട്ടികളെക്കാൾ കൂടുതൽ ഓരോ പാരൻസിന്റെയും ഏറ്റവും വലിയ സംശയമാണ് സാർ നീറ്റിന് ഇപ്പൊ പഠിച്ചാൽ ഒരു ബോർഡ് എക്സാം കൊള്ളാവൂലേ, നമുക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്താൽ പോലെ റിസ്ക് എടുക്കണമെന്നുള്ളത്. സോ ഈ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും അതേപോലെ നിങ്ങളെ പാരൻസിനുണ്ട്, എന്തായാലും അവരെയും കൂടെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഇത് ഒരുമിച്ച് കാണാം. അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ആൻഡ് നമ്മൾ പുതിയ നീറ്റ് ചാനലാണ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ തുടങ്ങിയല്ലേ? ഓക്കെ. എടാ, നിങ്ങളൊരു കാര്യം സങ്കല്പിക്കാം. നിങ്ങളൊരു പഠിപ്പിസ്റ്റായിരുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു ഫെബ്രുവരി, എനിക്ക് നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞ് ഫെബ്രുവരി 21 വരെ നിങ്ങൾ എന്താണ് ബോർഡ് എക്സാമിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഫുള്ള് നീറ്റിന് വേണ്ടി പഠിക്കായിരുന്നു. നിങ്ങൾ ഓൾമോസ്റ്റ് നീറ്റിന്റെ പോർഷൻ തീർന്നിട്ടുണ്ട്. സങ്കല്പാണ്. ഓക്കെ, ഇനിയിപ്പോ എന്താ സാർ അത് സങ്കല്പിക്കാൻ പോലെ തീരില്ല. അങ്ങനെയാണ് എന്താണ് ഒരു പകുതിയിലേറെ തീർന്നിട്ടുണ്ട്. ആ തീർന്ന പകുതി എന്താണ് +2 പോർഷൻ ആണ്. ചുരുക്കി പറഞ്ഞാൽ +2 പോർഷൻ ഫുള്ള് നീറ്റ് ലെവലിൽ പഠിച്ചിട്ടുണ്ട്. +1 കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അതാണ് നിങ്ങൾ ഇപ്പോഴത്തെ സിനാരിയോ. ഓക്കെ, സങ്കല്പം റെഡിയാണല്ലോ. അതായത് +2 ടോപ്പിക്ക് നീറ്റ് ലെവലിൽ പഠിച്ചു. അവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് ആ ടോപ്പിക്ക് എത്രത്തോളം അറിയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായിട്ടുണ്ടല്ലേ, ബോർഡ് എക്സാമിനേക്കാൾ എത്ര ഉയരത്തിൽ അറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ പഠിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസമായിട്ട്, അതായത് ഫെബ്രുവരി 21 കേസാ, കഴിഞ്ഞ 6 മാസമായിട്ട് നിങ്ങൾ എത്രത്തോളം പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അടിപൊളില്ലേ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ ബോർഡ് എക്സാം ടൈം ടേബിൾ, അതായത് ഫെബ്രുവരി 21 എന്ത് സംഭവിക്കുന്നത്, നിങ്ങളുടെ മോഡൽ എക്സാം കഴിയുന്നത്. എന്നിട്ട് 1-ാം തീയതിയാണ് നിങ്ങളുടെ ഫിസിക്സിന്റെ എക്സാം. നീറ്റ് നിങ്ങൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ്, കഴിഞ്ഞ 6 മാസമായിട്ട് പഠിത്തമല്ലാത്ത വേറൊരു കാര്യവും ചെയ്യാത്ത നിങ്ങളാണ് എങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് എക്സാം ആ സമയം പോലെ തീർക്കാൻ ഒരു സംശയമില്ല, 100% ഉറപ്പാണ് അല്ലേ. പിന്നെ നിങ്ങൾ നീറ്റ് നോക്കുന്ന ആൾക്കാരെ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ എടുക്കൂല. പിന്നെ വരുന്നത് 7-ാം തീയതി മാത്സിന്റെ എക്സാമാ, പറ്റൂലേ? പറ്റും. 14-ാം തീയതി കെമിസ്ട്രിയുടെ എക്സാമാ, പറ്റൂലേ? പറ്റും. ബയോളജി 19-ാം തീയതിയാ, പറ്റുമോ സാറേ? കുറച്ചും കൂടെ സമയം വേണം. അങ്ങനെയാണ് എന്ത് ചെയ്തോ, നിങ്ങൾ ഇവിടെ ബോർഡ് എക്സാം അല്ലെ മോഡൽ എക്സാം കഴിഞ്ഞ് കുറച്ചൊരു 3-4-5 പാഠം ബയോളജി അവിടെ പഠിച്ചു വെച്ചോ. പിന്നെയോ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ്, അത് ഇതിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഡേറ്റ് കൊണ്ട് കാര്യമില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, നീറ്റ് പഠിച്ച് ബോറടിക്കുമ്പോൾ 1-2 പ്രൊഫൈലും മറ്റേൻ്റെ ഫോർമാറ്റ് അങ്ങ് പഠിച്ചു വെക്കും അല്ലേ. ചെയ്താലും നിങ്ങൾക്ക് എന്താ ബോർഡ് എക്സാമിൽ എത്ര 520 കഴിച്ചിട്ട് ബാക്കി എത്രയാണോ ബാക്കിയുള്ളത്, 680 മാർക്കിൽ 680 നിങ്ങൾക്ക് കിട്ടൂലേ? കിട്ടും. കാരണം എന്താ, നിങ്ങൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നീറ്റ് പഠിച്ചാൽ ബോർഡ് എക്സാം സീനാവില്ല എന്നുള്ളത്. മക്കൾ ഇത്രയേ ഉള്ളൂ. നീറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ബോർഡ് എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒരുപാട് അഡ്വാൻറ്റേജ് ഫസ്റ്റ് ചാൻസിൽ എഴുതുന്ന ആൾക്കാർക്ക് ഇത്തവണ ഉണ്ട്. ലാബ് ശ്രദ്ധിച്ച് ചെയ്യുക, ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബോർഡ് എക്സാം ഒന്നും സീനാവാതെ നിങ്ങൾക്ക് മാർക്ക്. ഞാൻ എൻ്റെ കേസ് പറഞ്ഞുതരാം. മോഡൽ എക്സാം വരെ ഒരു സാധനം ബോർഡ് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതിനുശേഷം പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് ഒരു സബ്ജക്റ്റിലും മാർക്ക് പോയിട്ടില്ല. ആകെ പോയത് ബയോളജിയിൽ മാത്രം. അതെൻ്റെ കയ്യിലിരിപ്പുണ്ട, അഹങ്കാരം കൊണ്ട് പോയതെന്നുള്ളൂ, അല്ലാതെ പഠിച്ചാൽ കിട്ടാത്ത കേസ് ഉണ്ടായിരുന്നില്ല. സോ പറ്റും. ഫസ്റ്റ് ചാൻസിൽ ഇതേപോലെ പഠിച്ച് ഒരുപാട് ആൾക്കാർ നീറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിസിഷൻ എടുക്കുക വേണ്ടോ എന്നുള്ളത് ഇപ്പം തീരുമാനിക്കുക. ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നീറ്റിന് വേണ്ടി പഠിക്കാൻ നിങ്ങളെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ഫ്രണ്ട്സിനും കൂടെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ശരി.